ഈ ഒരു 16+ നിങ്ങൾക്കും ഗെയിം വെച്ചോണ്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. സോ ഇത് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നീ കളിക്കുന്ന ഗെയിം ഏത് കളി? ഇത് ഇപ്പോഴീ മിക്ക ഇൻഫ്ലുവൻസേഴ്സ് ഓരോ സാധനം വാങ്ങിക്കുന്നത് ഗെയിം കളിച്ചിട്ടാണ്. ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പൈസ ഇല്ല, എങ്ങനെ കൊടുക്കും? നമ്മൾ ഗെയിം കളിച്ചിട്ട് പൈസ എടുക്കുന്നു, കൊടുക്കുന്നു. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒരു കണക്കിന് നോക്കിയാല് ഇവർക്ക് വേറെ ഇൻകം ജനറേറ്റ് അറിഞ്ഞുകൂടാത്തോണ്ടല്ല, ഇവർക്ക് നോർമലി അത്യാവശ്യം സോഷ്യൽ മീഡിയ നിന്നൊക്കെ നല്ലൊരു ഇൻകം കിട്ടും. എന്നിട്ടും പോരായിട്ടാണ് ഇതിന്റെ ഇരട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെ ബലിയാടാക്കിയിട്ട് വേണം കളിക്കാൻ. സോ ഇവര് കളിച്ച് കാണിച്ചു കൊടുക്കും ഈ ഒരു ഗെയിംസ്. പക്ഷെ ഇവര് കളിക്കുന്നത് ഡെമോ അക്കൗണ്ടിലാണ്. അതാരും വിശ്വസിക്കൂല. ഇതൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ ഇല്ലാതെ നമ്മുടെ ISL ആയാൽ പോലും, ISL മിക്ക ടീംസിലും ജേഴ്സിയിലായാലും സ്ക്രീനിൽ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ അങ്ങനെ പ്രൊമോഷൻ പോലും അങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ വാണിംഗ് കൊടുത്തിട്ടുള്ള സംഭവമാണ് ഈ ഒരു ബെറ്റിംഗ്. പക്ഷെ ISL തന്നെ എങ്ങനെ കാണിക്കുമ്പോൾ ഇനി IPL വരും ചിലപ്പോ. എല്ലാത്തിലും കാണുന്നത് ഇപ്പം ഇത്രത്തോളം ഇല്ലീഗൽ ആണെങ്കിൽ പോലും നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഞാൻ ഒരു ടീം, നീ ഒരു ടീം IPL ആണെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ ഇല്ലീഗലാണ്. പക്ഷെ നമ്മൾ അത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇങ്ങനെ പുതിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ വന്നോണ്ടേ ഇരിക്കുകയാണ്. അത് ഓരോ മിക്ക ഇൻസ്റ്റാ പേജ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു സംഭവം കണ്ടേട്ടാ. അതായത് നമ്മൾ അഷ്കർ ടെക്കി ഉണ്ടല്ലോ, അഷ്കർ ടെക്കി ഒരു ബെറ്റിംഗ് ആപ്സിനെ പറ്റി ഇങ്ങനെ സംസാരിക്കണം. ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മോട്ടി, അതായത് ഇതിനെതിരെ സംസാരിക്കുകയാണ്. അപ്പൊ ഇവന്റെ വീഡിയോ ഇൻസ്റ്റയിലുള്ള ഒരു കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ മണ്ടയിൽ ബെറ്റിംഗ് ആപ്സിന്റെ ലോഗോ വെച്ച് ഇവൻ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്തിട്ടിരിക്കും. കാരണം ഇവൻ നോക്കുമ്പോ ബെറ്റിംഗ് ആപ്സിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അതിന്റെ മണ്ടേ നോക്കുമ്പോ വേറൊരു 1x അങ്ങനത്തെ ഒരുപാട്. ഇപ്പൊ ഇൻസ്റ്റയിൽ കൂടെ, അതായത് ഇൻസ്റ്റയിൽ കൂടെ ഇവർ ഓഫർ ചെയ്യണത് ഓരോ വ്യൂസിനും ഇവര് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇതും കോൺട്രാക്ട് ബേസ്ഡ് ആണ്, എല്ലാം കോൺട്രാക്ട് ബേസ്ഡ് ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ബെറ്റിംഗ് എന്ന് പറയണത്, അത് പണ്ട് ചൂതാട്ടം എന്ന് പറയും, അങ്ങനെയാണ് കളിക്കുന്നത്. ഇത് ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടെ ഒരു ഉത്സവത്തിന് പോകാം. അപ്പൊ അവിടെ ഇപ്പോഴത്തെ കളർ ട്രേഡിങ് ഉത്സവത്തിന് വേറെന്തോ പറയും, പിന്നെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് പല കളറുണ്ട്, അതിൽ പൈസ വെച്ചിട്ട് ക്യൂബ് ഇട്ട് അങ്ങനെ എന്തോ സെറ്റപ്പ് ആണ്. അപ്പൊ മലയാളി നമുക്കൊന്ന് കളിച്ചു നോക്കാൻ പറഞ്ഞു. നമ്മൾ കളിക്കുന്ന കളിയാ, പൈസ പോണ അറിയില്ല, കളിക്കാന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് 10 രൂപ വെച്ച് 10 രൂപ വെച്ച് 10-20 അത് കളിച്ച് 200, 300, 500 വരെ പോയി. ഞാൻ മലയാളിയെ മതി, നമുക്ക് ഇതുകൊണ്ട് 10 രൂപ വെച്ച് കിട്ടി. ഇത് നമുക്ക് വേറെ എല്ലാം ട്രേഡിലൊക്കെ കയറി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്, ഇല്ല നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കളിക്കാം. അത് ചിലപ്പോ 500, 1000 ആയാലെന്നും പറഞ്ഞിട്ട് ഇവിടെ 500 വെച്ച് 500 പോയി, ഒറ്റയടിക്ക് പോയി. ഇതാണ് ഈ ഒരു സെയിം സംഭവമാണ് ഈ ഒരു ബെറ്റിംഗ് ആപ്സിനുള്ളത്. ഫസ്റ്റ് നമ്മൾ 10 രൂപ ഇടുമ്പോൾ അത് 20 ആയിട്ട് കിട്ടും. ഈ ഒരു സംഭവം നമ്മളെ കളിച്ച് അഡിക്റ്റീവ് ആക്കും, എന്നിട്ട് നമ്മളെ അക്കൗണ്ട് എടുത്തോണ്ട് പോകും. അതാണ് ഇരട്ടിയാക്കാം. അങ്ങനെ ഈ ജനറൽ റമ്മി ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കളിച്ച് പിന്നെ നമുക്ക് അഡിക്റ്റ് ആയിട്ടാണ് വീണ്ടും ഇങ്ങനെ പോകുന്നത്. സോ ചിലവർക്ക് ഇതിന്റെ ഏജന്റ് ആവും. ചിലർ ഇത്തരത്തിൽ ബെറ്റിംഗ് ആപ്സിന്റെ ടെലഗ്രാമിന്റെ ഈ ഒരു ചാനലിന്റെ ലിങ്ക് ഇൻസ്റ്റേ പോസ്റ്റ് ചെയ്തിട്ട് ബയോയിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പൊ നമ്മളിപ്പം എന്റെ ലിങ്ക് കയറി നീ ഒരു 50 രൂപ ഡെപ്പോസിറ്റ് ചെയ്താല് അതിന്റെ ഒരു 10% കമ്മീഷൻ ആയിട്ട് അത് അവന്മാർക്ക് പോകും. മനസ്സിലായി? അവൻ കളിച്ചവന്റെ പൈസ പോയാലും ഇവന് ഒരു കമ്മീഷൻ ആയിട്ട് കിട്ടും. അതാണ് ഇവിടെ നടക്കുന്നത്. സോ ഇത് പലരും എതിർത്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ആ ഒരു വീഡിയോയിൽ നമ്മൾ അഭിജിത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് തന്നെയാണ്. അഭിജിത്തിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഇൻസ്റ്റാ റീലാണ്. പുള്ളി ഈ ഡാർക്ക് സ്റ്റോറീസ് ഒക്കെ റീലായിട്ട് ചെയ്യും. അത് കണ്ടാണ് കയറുന്നത്. അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെയുള്ള പുള്ളിയുടെ റീൽസ് എല്ലാ ഇൻഫ്ലുവൻസിന്റെയും ഈ ഒരു ബെറ്റിംഗ് ആപ്സിന്റെ ഒറിജിനൽ കഥകൾ എന്താണ് ഇതിന്റെ അകത്ത് നടക്കുന്നവരെ വിത്ത് പ്രൂഫ് സഹിതം കൊണ്ടുവരണം. അത് വേറെ ലെവലാണ്. കാരണം ഇദ്ദേഹത്തിനെ പറഞ്ഞ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഈ ഒരു ബെറ്റിംഗ് ആപ്സിനെ, ഓരോ ബെറ്റിംഗ് ആപ്സിനെ പറ്റി ഇത് സംസാരിക്കും. അപ്പോഴാണ് ഞാൻ അറിയണത് ഇത് ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിച്ച് ഓരോന്ന് പറയുന്നത്. സോ അതങ്ങനെയാണ്. സോ അദ്ദേഹത്തിനെ പോലുള്ളവരാണ് മെയിൻ ആയിട്ടും ആൾക്കാരെ ഒന്ന് ബോധവൽക്കരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ സംഭവം നടക്കുന്നത്. അതുപോലെ കുറച്ച് കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഈ മിക്ക യൂട്യൂബേഴ്സും ഇതിനെതിരായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈഗിൾ ഗെയിമിംഗ് ആണ്. സ്വന്തം എക്സ്പീരിയൻസിൽ തന്നെ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഒരു തവണ പുള്ളി ഇതുപോലെ എന്തോന്ന് പ്രൊമോട്ട് ചെയ്ത് എന്തോ ഒരു ചെറുക്കന് ഈ കുറെ പൈസ നഷ്ടപ്പെട്ടു, ലക്ഷങ്ങൾ എന്തോ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വിഷമം കാരണം പുള്ളിയും പുള്ളിയുടെ അമ്മ
ആളുടെ വീട്ടിൽ വന്നെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വിഷമം പറയുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞു കേട്ട് അന്നത്തോടെ പുള്ളി തീരുമാനിച്ചതാണ് ഇനി ഒരിക്കലും ഇത് പ്രൊമോഷൻ ചെയ്യൂല. എത്രയോ വലിയ ഓഫർ, കോടികളുടെ 10 മാസത്തേക്ക് കോടികളുടെ ഓഫർ പുള്ളിക്ക് വന്നതാണ്. പക്ഷെ അത് റിജക്ട് ചെയ്ത് അങ്ങനെ ഒരു രീതിയിൽ പൈസ ചെയ്യേണ്ട എന്നുള്ള തീരുമാനം. കാരണം ഇപ്പൊ ഓൾറെഡി അവര് ഒരുപാട് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു ലൈഫ് ടൈം മൊത്തം അധ്വാനിച്ചാൽ പോലും ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹം കഴിയും. ഒരു കണ്ണന് ക്രിയേഷൻ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ സുഖമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അതിപ്പം അത്രത്തോളം എന്താ പറയാ, അങ്ങനെ അതിനെതിരെ പ്രതികരിക്കുന്നവരും ഉണ്ട്, പ്രൊമോട്ട് ചെയ്യാല് പ്രതികരിക്കുന്നവരുണ്ട്. പക്ഷെ ചിലർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ചില യൂട്യൂബേഴ്സിന് അത്യാവശ്യം ഒരു ഇൻകം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ 10 കിട്ടിയവന് 20 വേണം, 100 കിട്ടുന്ന 200 വേണം, അങ്ങനെ പോവും. ഈ ഒരു അത്യാഗ്രഹം മൂത്താണ് ഓരോ പ്രൊമോഷൻസും പോകുന്നത്. ചിലവര് ഒരു രൂപയ്ക്ക് S24 S25 ഒക്കെ കൊടുക്കുന്നത്. അതിപ്പോ കാണാത്തതായി സ്ഥലങ്ങളില്ല. ഇൻസ്റ്റേക്കാനും യൂട്യൂബിലും ഷോർട്സിൽ വരും, എല്ലാത്തിലും കിടന്ന് കറങ്ങിയാണ്. അതൊക്കെ നല്ല പ്രൊമോഷൻ ആയിരിക്കും, നല്ല പൈസ കൊടുക്കുന്നതായിരിക്കും, കിട്ടുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കാണുന്ന ആളുകൾ ഇൻഫ്ലുവൻസ് ആയിട്ട് വീഴും. പിന്നെ ഇവർക്ക് ഏജന്റ് ആണെങ്കിൽ അവർ കമ്മീഷൻ കിട്ടും. ഇൻസ്റ്റയിൽ തന്നെ ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. കാർ എടുത്ത്, ഡ്രസ് എടുക്കാൻ പോയി, ജ്വല്ലറി കയറി, സ്വർണം വാങ്ങിച്ച്, ഇതെല്ലാം പോയിട്ടാണ് ആഹാരം കഴിച്ചിട്ട് പൈസ ഇല്ല നമ്മൾ ഗെയിം ഇതൊക്കെ ഒരുമാതിരി നല്ല. ഈ ബെറ്റിങ്ങിനൊക്കെ ഇത്ര ഇങ്ങനെ പ്രൊമോഷനൊക്കെ ശരിക്കും പറഞ്ഞ അത്ര നല്ലതല്ല, പാടില്ല. ശരിക്കും പറഞ്ഞാൽ പാടില്ല. ഇതിനെതിരെ ഇവരെല്ലാം പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് ഇതിന് ഇതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ഒക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു പ്രോസസ്സ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ സംസാരിക്കും എസ്എഫ്ജിത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ. അങ്ങനെയാണ് ഈ എസ്എഫ്ജിത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. നീ 1 രൂപ എടുത്താണ് S24 വാങ്ങിച്ചെങ്കിൽ ഞാൻ S24 പൈസ ഞാൻ തരാം എന്ന് നീ പ്രൂവ് ചെയ്ത് കാണിക്കണമെന്ന് പരസ്യമായിട്ട് വെല്ലുവിളിച്ച അവരൊന്നും ചെയ്യില്ല. മിക്കതും ഈ ഒരു ഇൻഫ്ലുവൻസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല. ഓരോ കാര്യങ്ങൾ വിത്ത് പ്രൂഫ് സഹിതം കൊണ്ടുവരുമ്പോ ആർക്കായിരുന്നാലും അങ്ങനെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ഒരുപാട് പേര് വരണം. ഇന്നത്തെ കാലത്ത് ഭയങ്കര ആവശ്യമാണ്. ഇപ്പൊ നോർമലി ബെറ്റിംഗ് ആപ്സ് വന്നിട്ട് എന്തായിരുന്നാലും ഒരു ലോ ആയിട്ടുള്ള ഇത് വളർന്നു വരുന്ന ഒരു കണ്ടന്റ് ക്രിയേഷൻ കൊടുക്കൂല. അത്യാവശ്യം ഒരു നല്ലൊരു ലെവലിൽ നിൽക്കുന്നവർക്ക് കൊടുക്കൂല. അവർക്ക് ഒരു കണ്ണും പൂട്ടി നോ പറഞ്ഞാൽ തീരാനുള്ള പ്രശ്നം ഇവിടെ ഉള്ളൂ. അവർക്ക് അങ്ങനെ അവർക്ക് പൈസയാണ് പ്രധാനം. പൈസ കിട്ടിയതും പോലെ അപ്പുറം വേണോ പറഞ്ഞാൽ അത് ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കമ്മീഷനായിട്ടും ഏജന്റ് ആയിട്ടും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതങ്ങനെയാണ്. നോർമലി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയല്ല ഈ ബെറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വേറൊരു സംഭവമാണ് ഈ ബെറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് ആഗോള ഭവനത്തിൽ ഒരു ഇടിവ് സംഭവിച്ചാലേ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ പോകും. ഇതങ്ങനെയല്ല, ഇത് അവര് അവിടെ ഇരുന്ന് നിയന്ത്രിക്കുകയാണ്. ബെറ്റിംഗ് ആയിരുന്നാലും കളർ ട്രേഡിംഗ് ആയിരുന്നാലും പിന്നെ കുറെ ഉണ്ട്, രാജാ കിങ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെ കൂടെ പഠിച്ച തന്നെ ഒരു പയ്യൻ തന്നെ ഇപ്പോഴും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അവൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ബെറ്റിംഗ് ആപ്സ് ഒക്കെ. നമ്മുടെ കൂടെ പഠിച്ച പയ്യന്മാരെ എങ്ങനെ ചെയ്യുമ്പോ നമുക്കൊരു ഇതാണ്. അപ്പൊ എന്തായിരുന്നാലും ഈ ബെറ്റിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഏതെങ്കിലും ഇൻഫ്ലുവൻസറിന്റെ വായിച്ചാടി നിങ്ങൾ അതിലോട്ട് പോകാൻ പോകണമെങ്കിൽ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് പൈസ ഇരട്ടിപ്പിക്കണമെങ്കിൽ കഷ്ടപ്പെട്ടാലേ പൈസ ഇരട്ടിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ എളുപ്പ വഴി കൂടെ രക്ഷപ്പെടാൻ നടക്കാത്ത കാര്യമാണ്. ഒരേ അടുത്ത് S25 S24 ഐഫോണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഓരോരുത്തന്മാര് പറഞ്ഞെങ്കിലും അവന്മാർ 1 രൂപയൊന്നും കൊടുത്തോല്ല, നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടണത്. അവന്മാർ ഇതിന്റെ പ്രൊമോഷൻ കിട്ടാൻ പൈസക്ക് വാങ്ങിച്ചിട്ടായിരിക്കും ഇത് 1 രൂപ എടുത്തൊന്നും പറഞ്ഞിട്ട് വരൂല. അത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് ആണ്. സാംസങ് ഒഫീഷ്യൽ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാണ് ഇത് കൊടുക്കുന്നത് ഈ S24 ഒക്കെ. എന്നിട്ടും ഇത് പ്രൊമോഷൻ ചെയ്യണമെന്നും പറഞ്ഞാണ് ഓരോരുത്തന്മാർ പറഞ്ഞത്. അതല്ലേ. സോ എന്തായിരുന്നാലും ബെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം. ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞ് ടിവിയിലും അല്ലെങ്കിൽ പല ഫിലിം സ്റ്റാറുകൾ വന്നിട്ട് ജംഗിൾ റമ്മിയും സൂപ്പിയും എന്നൊക്കെ പറഞ്ഞ് വരുന്നത് നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. അത് ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ്. നമ്മൾ മൊത്തത്തിൽ അഡിക്റ്റീവ് ആക്കുള്ള കാര്യം. വീണാൽ പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. എന്തായിരുന്നാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കും. അടുത്ത കൈ കാണുന്നവരേക്ക്